എന്റെ ടേസ്റ്റിന് പറ്റിയ ബുക്ക് വല്ലതും വന്നിട്ടുണ്ടോ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നലെ ഒരു ബുക്ക് വന്നിരുന്നു. ഇമാജിനേഷൻ. എവിടെയത്? സെക്കൻഡ് ലൈനിൽ മൂന്നാമത്തെ റാക്കില്. ഓക്കെ. അല്ല, കുറേ നേരമായാലോ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറയേയില്ല. വെറുതെ എക്സ്പ്രഷൻ ഇട്ടിരിക്കാതെ കാര്യം പറ. മോളെ, നിനക്ക് 23 വയസ്സായി. നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനാണ്. അതിനെന്താ, ഞാൻ അമ്മ പറയുന്നത് കേട്ടല്ലേ ജീവിക്കുന്നത്. ഞാൻ അമ്മ തിക് ഫ്രണ്ട്സ് അല്ലേ. ചുമ്മാ വളച്ചു കെട്ടാതെ കാര്യം പറ. ശരിയാണ് മോളെ, ഞാൻ പറയുന്നത് അനുസരിച്ച് തന്നെയാണ് നീ ജീവിച്ചത്. ഇനി നിനക്കൊരു കൂട്ട് വേണം, ഒരു തുണ വേണം. പിന്നെ വിവാഹം, അത് ഞാൻ തീരുമാനിക്കുന്നതല്ലേ അതിന്റെ ശരി. തീർച്ചയായും നിനക്ക് ഇഷ്ടമുള്ള ആളെ നിനക്ക് തിരഞ്ഞെടുക്കാം. അതിന് ജാതി മതവും നോക്കില്ലെന്ന് എനിക്കറിയാം. അത് തന്നെയാണ് അതിന്റെ ശരി. ജാതി മതങ്ങളിൽ പെട്ടൊഴില്ലാതെ വരും തലമുറയെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാനും. അമ്മ, എനിക്കിപ്പോ വിവാഹമൊന്നും വേണ്ട. അതിന്റെ സമയമാകുമ്പോൾ നടന്നോളൂ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ദാ അങ്ങോട്ട് നോക്കിയേ, എന്ത് മനോഹരമായ പ്രകൃതി. ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ ഈ ലോകത്തുണ്ട്. അതെല്ലാം നേരിൽ കാണാനും അവിടെ ചെന്ന് അതിൻ്റെ മണവും കാറ്റും എല്ലാം അനുഭവിച്ചറിയാനും അതെല്ലാം ഒരു ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും അതിലൂടെ ആനന്ദം കണ്ടെത്തുവാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് വരുവാണെങ്കിൽ നമുക്ക് നോക്കാമേ. ഇപ്പോൾ ഞാനും എൻ്റെ അമ്മയും ഈ ലോക കാഴ്ചകളും മാത്രം. മോളുടെ ഇഷ്ടം ഞാൻ എതിർക്കുന്നില്ല. ഞാനുണ്ട് കൂടെ. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയാലോ? അതിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലില്ലേ? ഇതാ, തുടങ്ങിക്കോളൂ. അപ്പൊ തുടങ്ങാല്ലേ? ധൈര്യമേ തുടങ്ങിക്കോ. ഹലോ ഗൈസ്, എൻ്റെ പേര് ഐറിൻ. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഡിഫറെൻറ്റ് വ്യൂ ഇൻ ദ വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു പാർക്കിലാണ്. ലൊക്കേഷൻ ലിങ്ക് എന്തായാലും ഞാൻ വീഡിയോയിലിടാം. ഇത് നേരിട്ട് വന്ന് കണ്ടാലേ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് പഴയ ഒരു പാർക്കാണ്. 2018 പ്രളയത്തിലാണ് ഇതിങ്ങനായിട്ടുള്ളത്. എന്താ മോളെ? എന്താ? അയ്യോ, എന്താ എന്താ പറ്റിയേ? എന്ത് പറ്റി മോളെ? അയ്യോ, എന്ത് പറ്റി മോളെ? അയ്യോ അയ്യോ, എന്താ പറ്റിയേ മോളെ? എന്താ പറ്റിയേ മോളെ? മോളെ മോളെ ഇത് വിളിക്കൂ.
ആ ഐറിൻ, ഐറിൻ, എനിക്ക് ഇത് നിങ്ങളോട് എങ്ങനെ പറയണം എന്നറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് പറയാതിരിക്കാനും വയ്യ. ഐറിന് ഒപ്റ്റിക് അട്രോഫി എന്ന രോഗമാണ്. അത് മൾട്ടിപ്പിൾ ക്ലിറോസിസ് എന്ന അസുഖത്തിൻ്റെ ഭാഗമായി കണ്ണിനെ ബാധിച്ചിരിക്കുന്നു. 6 മാസത്തിനകം ഐറിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടും. ഐറിൻ, സമാധാനിക്കൂ, പ്രാർത്ഥിക്കൂ. മിറാക്കിൾ മേ ഹാപ്പൻ. എന്തോ ഇത്? കുഴപ്പമില്ല. നിങ്ങൾക്കൊന്നും കണ്ണുണ്ടൂടെ? അഹങ്കാരികളെ തെമ്മാടിത്തരം കാണിക്കുക. ഇത് നിങ്ങളുടെ കുടുംബസ്വത്തൊന്നും പൊതുവഴിയാ. അയ്യോ, അറിയാതെ പറ്റിപ്പോയതാ, കണ്ടില്ല. നേരെ ചുവ നടക്കാനും നിൽക്കാനും പഠിക്കണം. ഇതുപോലുള്ള മനുഷ്യർക്കും അവകാശപ്പെട്ടതാ. ആ ബോധം എപ്പോഴും ഉണ്ടാവണം. സാരമില്ല മാഡം, വീട്ടുകാര് ഞങ്ങളെപ്പോലും ശ്രദ്ധിച്ച് നടക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. സാരമില്ല, അറിയാതെ പറ്റിയല്ലേ. ഐറിൻ, അമ്മ ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാം. ഐറിൻ, വിഷമിക്കാതിരിക്കൂ, പ്രാർത്ഥിക്കൂ. ചിലപ്പോൾ ഒരു മിറക്കിൾ സംഭവിച്ചേക്കാം. നീ എന്നെ വിളിച്ചപ്പോൾ എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞില്ലേ? എന്താണ്? ചോദിക്കേ. എൻ്റെ സംശയങ്ങൾ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ എനിക്കിങ്ങനെ സംഭവിച്ചുകൊണ്ടാവാം എനിക്ക് ഈ തരത്തിൽ സംശയങ്ങളുണ്ടായത്. കാഴ്ചയുള്ളവരാരും തന്നെ ഇങ്ങനൊന്നും ചിന്തിക്കില്ലായിരിക്കും. ഐറിൻ, ചോദിച്ചോളൂ, എന്താണ്? ഡോക്ടർ, ജന്മന കാഴ്ചയുള്ള ഒരു വ്യക്തി 25 വയസ്സിന് ശേഷം കാഴ്ച നഷ്ടപ്പെടുകയും 25 വർഷങ്ങൾക്ക് ശേഷം അപ്പോഴും കാഴ്ചയില്ലാതിരിക്കുന്ന ആ വ്യക്തിക്ക് 25 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഓർമ്മയുണ്ടാകുമോ? ഐറിൻ, എന്താണ് തോന്നുന്നത്? ഓർമ്മയുണ്ടാകുമോ? ഓർമ്മയുണ്ടാകുമെന്ന എൻ്റെ വിശ്വാസം. ഐറിൻ, നിനക്ക് എത്ര വയസ്സുണ്ട്? 24 വയസ്സ്. ഈ 24 വയസ്സിനകത്ത് ഓരോ സെക്കൻഡിലും നീ കണ്ട കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? ഒരിക്കലുമില്ല. അതെ, നമ്മൾ കാണുന്ന കാഴ്ചകളിൽ വെറും 10% താഴെ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ടാകൂ. അതും ഓർക്കാൻ കാരണം ഇന്നും നാം കാണുന്ന പല നിറങ്ങളും കാഴ്ചകളും രൂപങ്ങളുമാണ്. അപ്പോൾ പിന്നെ 25 വർഷമായിട്ട് കാഴ്ചയില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് 10% ഓർക്കാൻ കഴിയുന്നത്? വെറും 1% താഴെ മാത്രമേ ഉള്ളൂ. ഐറിൻ, സമാധാനിക്കൂ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും? ഡോക്ടർ, ജന്മന കാഴ്ചയില്ലാത്തൊരാൾ നമ്മളെപ്പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ട്രെയിനിലും ബസ്സിൽ വല്ല യാത്ര ചെയ്യുന്നു. നമ്മൾക്കതിൻ്റെ രൂപവും നിറവുമെല്ലാം അറിയാം. പക്ഷേ അവരെങ്ങനെ അതിനെ ഇമാജിൻ ചെയ്യുന്നത്? നമ്മൾ കാണുന്ന പോലെ തന്നെയാണോ? ഒരിക്കലുമല്ല. അവർക്ക് അവരുടേതായ നിറങ്ങളും രൂപങ്ങളുമുണ്ട്. നിറങ്ങൾക്ക് നമ്മൾ പേര് നൽകിയതുകൊണ്ട് അവയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. എന്നാൽ അവരുടെ നിറങ്ങൾക്കൊന്നും തന്നെ പേരുകളില്ല.
ഒരു ഫുൾ സ്പീഡിൽ കറങ്ങുന്ന ഫാനിൻ്റെ കീഴിൽ നമ്മൾ ഇരിക്കുകയാണെന്ന് കരുതുക. അതിൻ്റെ കാറ്റ് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ നമ്മൾ അതിനെ കാണുന്നില്ല. നമ്മുടെ സ്ഥാനത്ത് ജന്മനാ കാഴ്ചയില്ലാത്ത ഒരാളാണ് ഇരിക്കുന്നതെങ്കിൽ അവരതിന് രൂപങ്ങളും നിറങ്ങളും മറ്റും നൽകും. അങ്ങനെയെങ്കിൽ ഡോക്ടർ, ഈ ലോകത്ത് കാഴ്ചയില്ലാത്തവർ ഒരാൾ മാത്രമല്ലല്ലോ, ആയിരക്കണക്കിന് ആളുകളില്ലേ? അവരെല്ലാം ലോകത്തെ ഒരേപോലെയാണ് ഇമാജിൻ ചെയ്യുന്നത്. ഒരിക്കലുമല്ല. 1000 പേർക്കും 1000 നിറങ്ങളും 1000 രൂപങ്ങളുമാണ്. അങ്ങനെയെങ്കിൽ അവര് കാണുന്ന കാഴ്ചകൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഐറിൻ, ഒരു വഴിയുണ്ട്. അതെങ്ങനെ? ജന്മനാ കാഴ്ചയില്ലാതിരുന്ന ഒരാൾ 20-25 വർഷങ്ങൾക്ക് ശേഷം കാഴ്ച ലഭിച്ച ആ വ്യക്തിയോട് ചോദിച്ചാൽ ആ വ്യക്തി പറഞ്ഞു തരും എങ്ങനെയാണ് കാഴ്ച ഇല്ലാതിരുന്ന കാലത്ത് ഈ ലോകത്തെ കണ്ടതെന്ന്. അങ്ങനെയെങ്കിൽ ഡോക്ടർ, കാഴ്ച കിട്ടിയവരുടെ കുറച്ച് റെഫറൻസ് എനിക്ക് തരുമോ? അത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ കുട്ടി ചോദിച്ചത്. എങ്കിലും എനിക്കറിയാവുന്ന 1-2 പേരുടെ റെഫറൻസ് ഞാൻ തരാം. പിന്നെ കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിനക്ക് അയച്ചു തരാം. ഞാൻ ഇരുട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള കുറച്ചു പേരുടെയെങ്കിലും ലോകം എനിക്കറിയണം. ഡോക്ടർ എന്നെ സഹായിക്കണം. തീർച്ചയായും സഹായിക്കാം. മോളെ, നീ പറഞ്ഞ വീട് ഇതാണ്. ഓക്കെ. ആരാ? മനസ്സിലായില്ല. ഞാൻ ഡോക്ടർ സാമുൽ പറഞ്ഞിട്ട് വരികയാണ്. ഈയിടെ കാഴ്ച ലഭിച്ച കിരണിന്റെ വീട്. മോളിരിക്കെ. എടിയേ, ആ കൊച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അങ്കിളെ, എനിക്ക് അങ്കിളിനോട് കുറച്ച് സംസാരിക്കണം. എന്താ മോളെ? എന്താ നമുക്ക് ഇവിടെ ഇരുന്ന് മോൾക്കറിയേണ്ടത്? സംസാരിക്കാം. മോള് ചോദിക്കേ, എന്താ അറിയണ്ടേ? കിരൺ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അവൻ ഡിഗ്രി ചെയ്തു. അത്യാവശ്യം കമ്പ്യൂട്ടറൊക്കെ അവന് നന്നായിട്ടറിയാം. പക്ഷേ ഇപ്പോൾ കാഴ്ച കിട്ടിയതിന് ശേഷം അവന് പഴയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. പെട്ടെന്ന് കാഴ്ച കിട്ടിയോണ്ടായിരിക്കാം. ആ, ശരിയാകുമായിരിക്കും. അവനിപ്പോഴും കണ്ണു അടച്ചോണ്ടാ പല കാര്യങ്ങളും ചെയ്യുന്നത്. കിരൺ എത്ര വയസ്സായി? ജോലി എന്തെങ്കിലും ആയോ? അവനിപ്പോൾ 28 വയസ്സായി. കമ്പ്യൂട്ടർ സെൻ്ററിൽ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. വേറെ നല്ലൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹം? അതൊന്നും ആയിട്ടില്ല. ആലോചനകളൊക്കെ പലതും വരുന്നുണ്ട്. പലർക്കും സംശയം അവൻ്റെ കാഴ്ച വീണ്ടും പോകുമോ എന്ന്. പിന്നെ ഒരാലോചന വന്നിരുന്നു. അതവന് കാഴ്ചയില്ലാത്ത സമയത്താണ്. ഞങ്ങൾക്ക് ഒറ്റ മകനേ ഉള്ളൂ. ഈ കാണുന്നതെല്ലാം അവനുള്ളതാണ്. അത് ആ കുട്ടിക്ക് താല്പര്യമില്ലായിരുന്നു. അത് കാഴ്ചയില്ലാത്തതുകൊണ്ട് ദാമ്പത്യ ജീവിതം ഒന്നും നല്ലതായിരിക്കില്ല എന്ന് തോന്നിക്കാണും. കിരൺ ഇപ്പൊ എവിടെ പോയി? അവൻ ആ പറമ്പിൽ എവിടെയെങ്കിലും കാണും. ആ, അതാ അവൻ വരുന്നുണ്ടല്ലോ. അച്ഛാ, ഇതും കൊണ്ട് എടുത്ത് നോക്ക്. അയരൻ എന്നാണല്ലേ പേര്? അതെ. പറയൂ അയരൻ, എന്താണ് അറിയേണ്ടത്? എങ്ങനെയുണ്ട് കാഴ്ച കിട്ടിയിട്ട്? സന്തോഷമുണ്ടോ? സന്തോഷിക്കാതെ പിന്നെ. ഈ മനോഹരമായ ലോകവും അതിനുള്ളിലെ കാഴ്ചകളും ഞാൻ നന്നായി ആസ്വദിക്കുന്നു. കാഴ്ചയില്ലാതിരുന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തെ ഇമാജിൻ ചെയ്തത്? ഇപ്പൊ കാണുന്ന ലോകമാണോ അതോ മുൻപുള്ള ലോകമാണോ നല്ലത്? കാഴ്ചയില്ലായിരുന്നപ്പോൾ ഞാൻ ഈ ലോകത്തെ കണ്ടത് വളരെ വികൃതമായിട്ടായിരുന്നു. കാഴ്ച കിട്ടിയപ്പോഴാണ് ഞാനിതെല്ലാം ആസ്വദിക്കാൻ തുടങ്ങിയത്. ദേ, ഒരു ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കുന്നില്ലേ? എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഞാനതിനെ ഇമാജിൻ ചെയ്തത് വേറൊരു രീതിയിലായിരുന്നു. ഇത് കണ്ടു. ഇതുപോലെയാണ് ഇമാജിൻ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലോകവും അതിനുള്ളിലെ കാഴ്ചകളും ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന്. കിട്ടിയ സൗഭാഗ്യം മാന്യമായി ആസ്വദിക്കുക.
വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഹേ, ഒരു നിമിഷം. ഇത്രയും കാലം ഞാൻ കാഴ്ചയില്ലാതിരുന്നവരുടെ ലോകത്തായിരുന്നു. അന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ലോകത്ത് കാണാനും ആസ്വദിക്കാനും ഒരുപാട് കാഴ്ചകളുണ്ടെന്ന്. അന്നൊക്കെ എല്ലാവരും കാണുകയും ആസ്വദിക്കുകയും ചെയ്തപ്പോൾ എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. ഇനിയുള്ള കുറച്ച് കാലമെങ്കിലും ഞാനിതൊക്കെ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തോട്ടെ. ഒരു കാര്യം കൂടി, കാഴ്ചയില്ലായിരുന്നപ്പോൾ എനിക്കൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. കാഴ്ച കിട്ടിയപ്പോഴല്ലേ മറ്റൊരു കാര്യം മനസ്സിലായത്. അടുത്ത് നിൽക്കുന്ന, കണ്ടാൽ മോഹിപ്പിക്കുന്ന പല കാഴ്ചകളുമുണ്ടെന്നും എന്നാൽ അവയൊന്നും ആ രീതിയിൽ ആസ്വദിക്കാൻ കഴിയില്ലെന്നും മനസ്സിലായി. കഴിഞ്ഞില്ല. കുറച്ചു കാലം മുമ്പ് വരെ ഞങ്ങൾ കാഴ്ചയില്ലാത്തവരെ വളരെ മോശമായിട്ടും അമാനുഷികരമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. അത് പല സിനിമകളിലും കൃതികളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലിന്ന് ചിത്രം മാറി. ഇന്നത്തെ ഈ IT യുഗത്തിൽ പല സ്ഥാപനങ്ങളിലും കാഴ്ചയുള്ളവരെക്കാൾ എഫിഷ്യൻ്റായി കാഴ്ചയില്ലാത്തവരാണ് പ്രവർത്തിച്ചു പോരുന്നത്. പക്ഷെ അതൊന്നും ആരും വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. ഒന്നുകൂടി, നിങ്ങൾ എന്നെ കാണാൻ വന്നതുപോലെ തന്നെ കാഴ്ച കിട്ടിയ ചിലരെങ്കിലും കണ്ടു കാണുമല്ലോ. ഒരുപക്ഷെ അവർ ഈ ലോകത്തെ കണ്ടത് ഞാൻ കണ്ടതുപോലെയോ നമ്മളിപ്പോൾ കാണുന്നത് പോലെയോ ആയിരിക്കില്ല. അവർ ഈ ലോകത്തെ കണ്ടത് ഈ കാണുന്നതിലും മനോഹരമായിട്ടായിരിക്കാം. ഞാൻ തേടിയ ഇരുട്ടിലെ മായക്കാഴ്ചകളിൽ ചുരുക്കം ചിലത് മാത്രമാണ്. ഇനിയും വ്യത്യസ്ത കാഴ്ചകളെക്കുറിച്ച് അറിയാൻ ഒരുപാടുണ്ട്. ഉൾക്കാഴ്ചയുടെ മായാലോക കാഴ്ചകളുടെ നിറങ്ങളും രൂപങ്ങളും തേടിയുള്ള യാത്ര തുടരുന്നു. എത്ര ദൂരമെന്നറിയില്ല, അതിനെനിക്ക് കഴിയുമെന്നും തോന്നുന്നില്ല. തെളിയാത്ത കാഴ്ചകളുടെ ലോകത്തേക്ക് ഞാനും വരികയാണ്. ഡോക്ടർ, ഞാൻ ഗായത്രി. അറിയാം. ഫോണിൽ വിളിച്ചു. പറഞ്ഞോളൂ. ഇരിക്കൂ. താങ്ക് യു. എന്താണ്? പറയൂ. ഈ കുട്ടി സാറിന്റെ പേഷ്യന്റ് അല്ലേ? അതെയല്ലോ. ഈ കുട്ടിയെ കാണാൻ എന്തെങ്കിലും അത് വഴിയുണ്ടോ? ഈ കുട്ടിയും ഭർത്താവല്ലേ ഇപ്പൊ പോയത്? ഏ? ഐറിൻ? ആരാ കിരണത്? അറിയില്ല.